നമസ്കാരം. ഈ ലൈംഗിക ശേഷി കൂട്ടാൻ അല്ലെങ്കിൽ ഈ ഉദ്ധാരണ ശേഷി വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ ടൈമിംഗ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാകും. അപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഒന്നുകിൽ മുസ്ലി പവർ എക്സ്ട്രാ, തുർക്കി ജാമ, വയാഗ്ര പോലുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും. അതെ, ഇന്ന് മാർക്കറ്റിൽ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റാമിന ബൂസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. നമ്മൾ 100% ഓർഗാനിക്കാണ്, നാച്ചുറലാണ് എന്ന് പറഞ്ഞ് കഴിക്കുന്ന പല സംഭവങ്ങളും നമ്മുടെ ലൈംഗിക ശേഷി നശിപ്പിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഡെയിലി OPയിൽ കാണുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഷോർട്ട് കട്ട്സ് ഒന്നിനുള്ളൊരു വഴിയല്ല. സഡൻ ഒരു ആക്ഷൻ കിട്ടുക എന്നുള്ളതും ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ആക്ഷനെ നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ. അതൊരിക്കലും ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ലൈംഗിക ശേഷിക്കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത് നാച്ചുറലായിട്ടും സേഫായിട്ടും അതുപോലെ പെർമനൻ്റ് ആയിട്ടും കിട്ടുന്ന ഒരു സൊല്യൂഷനിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഫുഡിലൂടെ കണ്ടെത്താൻ പറ്റുന്ന കുറച്ച് നാച്ചുറൽ വയാഗ്രകളെ കുറിച്ചിട്ടാണ്. ഞാൻ ഡോക്ടർ നിതാഷ മുഹമ്മദ്, ഡോക്ടർ ബാസിൽ ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മലപ്പുറം ജില്ല, പാണ്ടിക്കാട്, കോഴിക്കോട്, നടക്കാവ്. നമുക്കൊക്കെ അറിയാം, ഫുഡ് ഇസ് ദ മെഡിസിൻ അല്ലേ? ഭക്ഷണമാണ് മരുന്ന് എന്ന് നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്ന് സയൻസ് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. ഒരുപാട് മെഡിസിൻസ് ഡേ ടു ഡേ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ എന്നിരുന്നാലും പണ്ട് കാലങ്ങളിലെ ആളുകൾ ഇതുപോലെ അസുഖങ്ങൾ വരുമ്പോഴേക്ക് അവർ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ഈ മെഡിസിനെ അല്ല. അവരുടെ ഫുഡ് ഹാബിറ്റ്സ്, അവരുടെ ഡയറ്റിലൂടെയാണ് അതിനുള്ള സൊല്യൂഷൻസ് അവർ കണ്ടെത്തിയിരുന്നത്. അപ്പോൾ ദൈവം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖങ്ങളുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻസ് നമ്മുടെ ഫുഡിൽ തന്നെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിലെന്തെങ്കിലും എക്സ്ട്രാ കെയർ വേണമെങ്കിലാണ് നമ്മൾ മെഡിസിനൽ ഹെൽപ്പ് എടുക്കേണ്ടത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ സെക്ഷൽ പവർ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാമിന ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഫുഡുകളെ കുറിച്ചിട്ടാണ്. അതുപോലെ ഫുഡിൽ അടങ്ങിയിട്ടുള്ള കുറച്ച് കണ്ടന്റുകളെ കുറിച്ചിട്ടാണ്. അതിൽ മെയിൻ ആയിട്ടുള്ള 6 കണ്ടന്റുകളാണ് നമ്മുടെ സെക്ഷൽ പവറെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതിൽ മെയിൻ ആയിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നൈട്രിക് ഓക്സൈഡ്. രണ്ടാമത്തത് വരുന്നതാണ് omega-3 ഫാറ്റി ആസിഡ്സ്, പിന്നെ പ്രോട്ടീൻ, അതുപോലെ സിങ്ക്, അതുപോലെ ആൻറ്റി ഓക്സിഡൻസ്, അതുപോലെ വരുന്നതാണ് വൈറ്റമിൻ ഇ. ഈ കണ്ടന്റുകളുള്ള ഫുഡുകൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സെക്ഷൽ പവർ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കണ്ടന്റുകളൊക്കെ എങ്ങനെയാണ് സെക്ഷൽ പവർ ബൂസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് എന്തെന്ന് വെച്ചാൽ, മെയിനായിട്ട് ഇത് ചെയ്യുന്നത് പെനിസിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യും, ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എന്തെങ്കിലും ഹോർമോണൽ തകരാറുകളുണ്ടെങ്കിൽ ആ ഹോർമോണൽ ഇംബാലൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ എന്തെങ്കിലും സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് ആണെങ്കിൽ അത് ക്ലിയർ ചെയ്യാനും നമുക്കൊരു ഓവറോൾ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു കണ്ടന്റുകളും അതടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിൽ ആദ്യമായിട്ടും നമ്പർ 1 ആയിട്ടും പറയുന്നത് നൈട്രിക് ഓക്സൈഡ് ആണ്. ഈ നൈട്രിക് ഓക്സൈഡ് മെയിനായിട്ട് ചെയ്യുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ബ്ലഡ് വെസൽസിനെ ഡൈലേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ ബ്ലഡ് വെസൽസ് ഡൈലേറ്റ് ചെയ്യുമ്പോൾ പെനിസിലോട്ട് പാസ് ചെയ്യുന്ന ബ്ലഡ് ഫ്ലോ കൂടും. ബ്ലഡ് ഫ്ലോ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറക്ഷൻ ഇമ്പ്രൂവ് ചെയ്യും, അതുപോലെ തന്നെ ടൈമിംഗ് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. ഇതാണ് മെയിനായിട്ട് നൈട്രിക് ഓക്സൈഡ് ചെയ്യുന്നത്. ഇത് മെയിനായിട്ട് വരുന്ന കുറച്ച് ഫുഡ് ഐറ്റംസുകളെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ബീറ്റ് ഐറ്റംസുകൾ. അപ്പോൾ ഈ ബീറ്റ്റൂട്ടിലുള്ള നൈട്രിക് ഓക്സൈഡ് ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒരു 3 days ഗ്യാപ്പിലെങ്കിലും നിങ്ങൾ ബീറ്റ്റൂട്ട് അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ജ്യൂസുകൾ കുടിക്കുക. ബീറ്റ്റൂട്ടായിട്ട് തന്നെ ജ്യൂസ് കുടിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആളുകൾ ABC ജ്യൂസ്, നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്നതാണ് ആപ്പിൾ, ബീറ്റ്റൂട്ട്, ക്യാരറ്റ് ജ്യൂസ്. ഇത് ഒരു 3 ദിവസം കൂടുമ്പോൾ ഡെയിലി എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുന്നത് നിങ്ങളുടെ സെക്ഷൽ പവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമതായിട്ട് വരുന്നതാണ് വാട്ടർമെലൺ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ നാച്ചുറൽ വയാഗ്ര എന്നാണ് പറയുന്നത്. അതിലുള്ള സിട്രുലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടന്റാണ് നൈട്രിക് ഓക്സൈഡ് ആയിട്ട് മാറുന്നതും ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഡെയിലി എന്നുള്ള രീതിയിൽ നിങ്ങൾ വാട്ടർമെലൺ ജ്യൂസ് കുടിക്കുന്നത് നിങ്ങളെ ഹൈഡ്രേഷൻ നിലനിർത്താനും അതുപോലെ തന്നെ സെക്ഷൽ പവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് വരുന്നതാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ മെയിനായിട്ട് നൈട്രിക് ഓക്സൈഡ് വരുന്നത് നൈട്രേറ്റ് എന്നുള്ള രീതിയിലാണ്. ഈ നൈട്രേറ്റ് ആണ് നൈട്രിക് ഓക്സൈഡ് ആയിട്ട് മാറുന്നതും ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും. അത് മെയിനായിട്ട് നമ്മുടെ ചീരയില, മുരിങ്ങയില, മത്തേൻ്റെ ഇല അതുപോലത്തെ സംഭവങ്ങളിലൊക്കെയാണ് ഇത് വരുന്നത്. പിന്നെ ഗാർലിക്, നമ്മുടെ വെളുത്തുള്ളി അങ്ങനെ പച്ചയ്ക്ക് കഴിക്കുന്നതും നല്ലതാണ്, അല്ലെങ്കിൽ കുക്ക് ചെയ്ത് കഴിക്കുന്നതും നല്ലതാണ്. അത് ഈ ഒരു നൈട്രിക് ഓക്സൈഡ് കണ്ടന്റ് ഉള്ളത് കൊണ്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പൊമഗ്രാനൈറ്റ് എന്ന് പറയുമ്പോൾ അനാറ് നമുക്കറിയാം, നമ്മളെല്ലാ ആളുകളും ബ്ലഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന ഒരു ഫുഡാണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും, സ്റ്റാമിന ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്.
പിന്നെ അടുത്തൊരു മെയിൻ കണ്ടന്റാണ് omega-3 ഫാറ്റി ആസിഡ്സ്. ഈ omega-3 ഫാറ്റി ആസിഡ് ചെയ്യുന്നത് എന്താ, സെക്ഷൽ പവർ ബൂസ്റ്റ് ചെയ്യാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ അത് മെയിൻലി നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനെയാണ് അത് ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഹാർട്ടിൻ്റെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും. ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ പെനൈൽ സർക്കുലേഷൻസ് കൂടുകയും ചെയ്യും. അത് നമ്മുടെ ഈ ഒരു സെക്ഷൽ പവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് വരുന്ന മെയിൻ ഫുഡ് ഐറ്റംസ് വരുന്നതാണ് ഫാറ്റി ഫിഷ്. ഫാറ്റി ഫിഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാൽമൺ, അതുപോലെ തന്നെ അയില, മത്തി പോലുള്ള മീനുകൾ, അതുപോലെ തന്നെ നട്ട്സ് ആൻഡ് സീഡ്സിലും omega-3 ഫാറ്റി ആസിഡ്സ് നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ബദാം, അതുപോലെ അണ്ടിപ്പരിപ്പ്, അതുപോലെ ഫ്ലാക്സ് സീഡ് ഒക്കെ കഴിക്കുന്നത് ഈ omega-3 ഫാറ്റി ആസിഡ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ വരുന്നതാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ചീര, മുരിങ്ങയില പോലത്തെ പച്ചയില വർഗ്ഗങ്ങളൊക്കെ നന്നായിട്ട് ഈ omega-3 ഫാറ്റി ആസിഡ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി അടുത്തൊരു കണ്ടന്റാണ് സിങ്ക്. ഈ സിങ്ക് മെയിനായിട്ട് ഈ സെക്ഷൽ പവർ ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് മെയിനായിട്ട് നമ്മുടെ ലിബിഡോ, നമ്മൾ സെക്ഷൽ ഡിസയർ എന്ന് പറയും, ഇതിനോടുള്ളൊരു ആഗ്രഹം, സെക്സിനോടുള്ളൊരു ആഗ്രഹത്തെയാണ് കൂട്ടുന്നത്. ഇത് മെയിനായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പുരുഷ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ലെവൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഹോർമോണൽ ഇംബാലൻസിനൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഈ സിങ്ക് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ മുട്ട, എഗ്ഗ്, അതുപോലെ തന്നെ മീറ്റ്, മാംസാഹാരങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ പംകിൻ സീഡിലൊക്കെ സിങ്ക് ധാരാളമായിട്ടുണ്ട്. ഇനി അടുത്തൊരു കണ്ടന്റാണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ വൈറ്റമിൻസ് കഴിക്കുന്നത് മെയിനായിട്ട് ഒരു ജനറൽ എനർജി ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസുകളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് മെയിനായിട്ട് വരുന്ന ഫുഡ് ഐറ്റംസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, നട്ട്സ് ആൻഡ് സീഡ്സിലൊക്കെ വൈറ്റമിൻ ഇ ധാരാളമായിട്ട് കാണാറുണ്ട്. ഇനി അടുത്തൊരു കണ്ടന്റാണ് ആൻറ്റി ഓക്സിഡൻറ്റ് മെയിനായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു ഫ്രഷ്നെസ് ആണ് ഇത് തരുന്നത്. അത് ആ ഒരു ഫ്രഷ്നെസ് കിട്ടുന്നതോടുകൂടി തന്നെ നമ്മുടെ സ്ട്രെസ് റിലീഫ് ആവും. സ്ട്രെസ് റിലീഫ് ചെയ്യുമ്പോൾ നമ്മുടെ ജനറൽ എനർജി ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. അത് നമ്മുടെ സെക്ഷൽ പെർഫോമൻസിനെ ഭയങ്കരമായിട്ട് ബാധിക്കുകയും ചെയ്യും, ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഡാർക്ക് ചോക്ലേറ്റിലുള്ള ഫ്ലെവനോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടൻ്റാണ്. നമ്മൾ ഈ മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു മൂഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്ട്രെസ് റിലീഫ് ചെയ്തിട്ട് നമ്മുടെ സെക്ഷൽ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ബെറീസ്, സ്ട്രോബെറി, റാസ്ബെറി, ബ്ലൂബെറി പോലത്തുള്ള ബെറീസൊക്കെ കഴിക്കുന്നത് നമുക്ക് നന്നായിട്ടുള്ളൊരു എനർജി തരും. പിന്നെ അടുത്തായിട്ട് വരുന്നതാണ് ഓറഞ്ചസ്. അത് നമ്മൾ ഓറഞ്ച് കഴിക്കുമ്പോൾ നമ്മൾ പറയും അതിൽ ആൻറ്റി ഓക്സിഡൻറ്റ്സ് കൂടുതലായിട്ട് വരുന്ന വൈറ്റമിൻ സി ഒക്കെ കൂടുതലായിട്ട് വരുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ജനറൽ ഫ്രഷ്നെസ് ആൻഡ് ജനറൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതുപോലെ തന്നെ നമ്മുടെ എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അടുത്തൊരു കണ്ടന്റാണ് പ്രോട്ടീൻ. ഒരു ജനറൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അത് വരുന്ന ഭക്ഷണങ്ങളാണ് എഗ്ഗ്, മീറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ധാന്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പ്രോട്ടീൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ കൃത്യമായിട്ട് ഉൾപ്പെടുത്തുക. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ 1-2 ദിവസം കഴിച്ചതുകൊണ്ടൊന്നും നിങ്ങളുടെ സെക്ഷൽ സ്റ്റാമിന ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുകയൊന്നും ചെയ്യില്ല. ഇത് നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് കാണാം. നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടുള്ള ഇങ്ങനത്തെ ഡയറ്റിൽ ഇങ്ങനത്തെ ഫുഡുകൾ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക. അതുപോലെ ഈ പ്രയാസങ്ങൾ ഇനിയും നിലനിൽക്കുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഒരു പ്രോപ്പറായിട്ട് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു ട്രീറ്റ്മെൻറ്റ് ചൂസ് ചെയ്യുകയും ചെയ്യണം. നമ്മുടെ ഇവിടെ OPയിൽ ഇതുപോലത്തെ എന്തെങ്കിലും സെക്ഷൽ ഡിസ്ഫങ്ഷൻസുമായിട്ട് ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് അവർക്ക് എന്തുകൊണ്ട് ഈ സെക്ഷൽ ഡിസ്ഫങ്ഷൻ വന്നു എന്നുള്ള അതിൻ്റെ അണ്ടർലൈൻ കോസ് കണ്ടെത്തി ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി രോഗനിർണയം നടത്തി ഒരു യൂറോപ്യൻ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി മരുന്ന് നിർണയം നടത്തി അതിനുശേഷം ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഹോമിയോ മെഡിസിൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. കൂടാതെ എന്തെങ്കിലും ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ എന്തെങ്കിലും പോരായ്മകൾ കൊണ്ടിട്ടാണ് അവർക്ക് ഈ ഒരു സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് വന്നിട്ടുള്ളതുണ്ടെങ്കിൽ അവർക്ക് കൗൺസിലിംഗ് തെറാപ്പി പോലത്തുള്ള തെറാപ്പികളും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉദാഹരണത്തിലോ അല്ലെങ്കിൽ ശീഘ്രസ്ഖലനം പോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ താഴെ തന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഡോക്ടർ നിതാഷ മുഹമ്മദ്, ഡോക്ടർ ബാസിൽ ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മലപ്പുറം ജില്ല, പാണ്ടിക്കാട്, കോഴിക്കോട്, നടക്കാവ്.